ഹലോ കൂട്ടുകാരെ, നാളത്തെ മഴതോരും മുൻപേയുടെ എപ്പിസോഡിൽ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് ബാലചന്ദ്രനെ കാണിക്കുന്നത്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും യാത്രയല്ല. സ്റ്റാൻലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ ഗംഗേട്ടനോടും അവിടെ നിന്ന് കിട്ടുന്ന വിവരത്തിനനുസരിച്ച് സ്റ്റാൻലിയെ നേരിട്ട് അന്വേഷിക്കാൻ പോകാനുമാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ബാലചന്ദ്രൻ സഹായം തേടിയിട്ടുള്ളത് ഗോവർദ്ധൻ്റെ അടുത്താണ്. അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് എന്ന്. അത് ഗോവർദ്ധനൻ്റെ അടുത്ത് അലീന സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൈജയെയും മനുവിനെയാണ്. മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പോഴും ആ വാശിയിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. ആൻറ്റിയുടെ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ആൻറ്റിക്ക് തിരിച്ചു പൊക്കൂടെ എന്ന്. അതോ ആൻറ്റിയുടെ മക്കളെയും ഉപേക്ഷിച്ചോ എന്ന്. അപ്പോൾ നമ്മുടെ വൈജ പറയുന്നൊരു മറുപടിയാണ്, മക്കളാണ് എന്നെ ഉപേക്ഷിച്ചത്, ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ സന്തോഷത്തിൽ അവിടെ നിന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് നിൽക്കുന്ന ബാലചന്ദ്രനും അതുപോലെ ബാലചന്ദ്രൻ യാത്രയ്ക്ക് ഇറങ്ങുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ബാലചന്ദ്രനെ യാത്രയാക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതിൻ്റെ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന്. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ടാണ് ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. വളരെ നേരത്തെ മഴതോരും മുൻപേയുടെ കഥയും പ്രൊമോയും അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.